ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. യെശയ്യാ പ്രവചനം 6:1. ഒരു ഭരണാധികാരിയുടെ അന്ത്യം മാത്രമല്ല ഉസിയയുടെ മരണം, അത് മനുഷ്യ ആശ്രയത്തിന്റെ അവസാനവും ദൈവദർശനത്തിന് തുടക്കവുമാണ്. 52 വർഷം രാജ്യത്തെയും ജനത്തെയും നയിച്ച രാജാവ് അഹങ്കാരത്താൽ ദേവാലയത്തിൽ അനധികൃതമായി പ്രവേശിച്ച് കർത്താവിന്റെ നിയമം ലംഘിച്ചപ്പോൾ ദൈവം അവന് കുഷ്ഠരോഗം വരുത്തി രാജ്യത്വത്തിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പക്ഷെ അതേ വർഷം യെശയ്യാവ് യഥാർത്ഥ രാജാവായ കർത്താവിനെ മഹത്വത്തിൽ കാണുന്നു. മനുഷ്യന്റെ തകർച്ചയിലൂടെയാണ് ദൈവം തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത്. ഉസിയയുടെ അഹങ്കാരം അടിയറവായി മാറുമ്പോൾ യെശയ്യാവിന്റെ താഴ്മ ദൈവിക ദൗത്യത്തിലേക്ക് വാതിൽ തുറക്കുന്നു. മനുഷ്യശക്തി പരാജയപ്പെടുമ്പോൾ ദൈവത്തിന്റെ മഹത്വം കൂടുതൽ പ്രകാശിക്കുന്നുവെന്നും നമ്മുടെ തകർച്ചയിൽ നാം അവനാൽ ഉപയോഗപ്പെടാൻ ഏറ്റവും തയ്യാറാണെന്നുമാണ്. നമുക്ക് പുകഴുവാനും പ്രശംസിപ്പാനും ഈ ലോകത്തിൽ ഒന്നുമില്ല. ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ മാത്രമാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെല്ലാം. അതിനാൽ നമുക്കൊന്നിലും അഹങ്കരിക്കാൻ പാടില്ല. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് താഴ്മയോടെ ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.